മത്സരിക്ക് ശേഷം എവിടെ എത്തി? എനിക്ക് പ്രതീക്ഷയുണ്ടല്ലോ, കാരണം നമ്മൾ ചങ്ങയാകണ്ടോ. മൂപ്പര് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കടന്നിട്ട് വരാം, അവരെ വരെ വന്നിട്ട് അന്വേഷണം നടത്തിയ ആളാ. എനിക്ക് നല്ല വിശ്വാസമുണ്ട് മൂപ്പര് ചതിക്കൊന്നുമില്ല എന്നുള്ളത്. അതല്ലേ, മാത്രമല്ല എവിടെ കണ്ടാൽ ഇതേ ചിരിയുണ്ടാവും. അപ്പേ വന്നത് 17-ാം തീയതി അങ്ങോട്ട് ക്ഷണിക്കാൻ വേണ്ടിയാ കുടുംബസമേതം പരിപാടിക്ക്. നല്ലൊരു വരുമ്പോ അപ്പൊ അത് പിന്നെ എങ്ങനെയാണ് എന്റെ പോകുന്ന സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ മതി. ഓ ആയിക്കോട്ടെ. ഓക്കെ. ഫോണൊന്ന് ബാക്ക് പിടിക്കേ. നിങ്ങൾ തമ്മില് സ്നേഹത്തിന്റെ നിറകുടങ്ങളാണ്. ഓക്കെ. മഴ കാരണം ഇപ്പൊ പെട്ടെന്ന് വീടൊക്കെ അങ്ങനെ ഉണ്ട്. ഇങ്ങനത്തെ നിർദ്ദേശം ആസ്വദിച്ച് നിൽക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചേരം ഇരിക്കുക, അപ്പൊ കേക്കാം. അയ്യോ, തൃശ്ശൂർ പൂരം പോലെയാ, അത്രയ്ക്ക് സൗണ്ടായിരിക്കും. ഭയങ്കര രസമായിട്ടല്ലേ നിൽക്കണേ. ഒരു താളം, ഒരു സംഗീത താളം പോലെ ഇങ്ങനെ വരികയല്ലേ. ഞാനിവരോട് പറയായിരുന്നു, ഞാനത് പറയായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ മരണം വരെ ഇങ്ങനെ തന്നെ പോകണം എന്നുള്ള എന്റെ ആഗ്രഹം. പിന്നെ ഇപ്പൊ എന്നോട് ഒത്തിരി ആളുകൾ ചോദിച്ചപ്പോൾ അവാർഡ് കിട്ടിയപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു, പത്മശ്രീ കിട്ടിയപ്പോൾ സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല, ഇഷ്ടപ്പെട്ട ഒരാളാണ് ആര്യ ഉമ്മൻചാണ്ടി സാറ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അയാളുടെ പക്വത, സംഭാഷണം, പെരുമാറ്റം, ബന്ധം നോക്കുമ്പോൾ ഇതുപോലൊരു മനുഷ്യൻ. സാറിന്റെ ആദ്യത്തെ അവാർഡാ സാറിന്റെ പേരിലുണ്ട്. അതെ. പിന്നെ എന്നോടും തോന്നിയത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എനിക്ക് AK ആന്റണിയും ഉമ്മൻചാണ്ടി സാറും. പിന്നെ എന്ന് വെച്ചാൽ ചിന്തിക്കുന്ന ഇഷ്ടമല്ലാത്താണ് ചിന്തിക്കണ്ട, അതുകൊണ്ട് ചിന്തിക്കണ്ട കേട്ടോ. രാമേട്ടൻ കേരളത്തിലെ കൃഷിക്കൊരു വലിയൊരു മോഡലാണ്. കാരണം ഒത്തിരി കാര്യങ്ങൾ പിന്നെ ത്യാഗമൊക്കെ ഉണ്ടായിരുന്നു, വിഷമുണ്ടായിരുന്നു. ഒക്കെ ശരിയാണ്. നെൽകൃഷി എത്ര വെറൈറ്റി ഉണ്ട് ഇപ്പൊ 60 മാത്രമല്ല 154 വർഷമുള്ള പഴക്കമുള്ള ഈ വീടുണ്ടല്ലോ. ഈ 154 ആർക്കിടെക്ചർ പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ, എവിടെ നിന്നൊക്കെയാണോ വരുമെന്നറിയോ? ഇത് മുഴുവൻ യൂട്യൂബിലും നെറ്റിലൊക്കെ ഉള്ളത് കൊണ്ട് ഡൽഹിയിൽ നിന്ന് അടക്കം വരും ഇതിനെ പറ്റി പഠിക്കാനൊക്കെ. അതെ, ഈ വീടിന്റെ അതാണ് അതിന്റെ വീടിന്റെ. അത് മാത്രമല്ല എല്ലാം അവർ ഇന്റർവ്യൂ കൊടുക്കണം അതിന്. കാരണം എന്താണ് ഈ വീടിന്റെ ഗുണം, എന്താണ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ